സാധാരണ വണ്ടിയിലുള്ള എഞ്ചിൻ നമ്പർ പോലെയുള്ള യമഹ സീരീസിലുള്ള എഞ്ചിൻ നമ്പർ വരിക ഒരു പാറ്റേൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ പാറ്റേണിൽ ഒരു ലൈൻസും കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആൾ കാണുന്നുണ്ടാവും. നമ്മളെ ഫോളോവർ ആയിട്ടുള്ള ഒരാളാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രമുഖ യൂട്യൂബർമാരുടെ വീഡിയോ കണ്ടിട്ട് ഒരു വണ്ടി എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. സംഭവം അവന് വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വർഷം എന്തോ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം വന്ന പണികളെ കുറിച്ചിട്ടും അത് റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു വീഡിയോ ആണ്. സംഭവം റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കൂടി അവന് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവൻ പറയുന്നത്. ആയിക്കോട്ടെ 135 ആയിക്കോട്ടെ, സെഡ് ആയിക്കോട്ടെ, സാമ്രായ് ആയിക്കോട്ടെ, മാക്സ് 100 ആയിക്കോട്ടെ, ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായമുള്ളൊരു വാഹനമായിരിക്കും നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത്. 30 മുതൽ 45 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്പെയറിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ ധാരണയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വാഹനം പോയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. പേപ്പർ എടുക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ആർ.ടി. ഓഫീസ് ചിലപ്പോൾ റിന്യൂവൽ കിട്ടാത്ത പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ, അക്കങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക. യമഹ RX 100, RX 135, RX Z, അതുപോലെ തന്നെ ജപ്പാൻ സീരീസ്, ടൈഗർ സീരീസ്, ഈ ഒരു ഇതിലൊക്കെ ഓരോ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രോമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സീരീസ് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങളുടെ ബൈക്ക് കളവ് പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കളവ് പോയ വണ്ടി അല്ലെങ്കിൽ വിറ്റ വണ്ടിയുടെ എൻജിൻ കേസും ആ എൻജിൻ കേസിലുള്ള ഇതുപോലുള്ള എൻജിൻ കേസ് ഉണ്ടെന്ന് വിചാരിക്കുക, എൻജിൻ്റെ കേസും ആ എൻജിൻ കേസ് സെയിം ഉള്ള ഒരു പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസർ പൊത്തിപ്പിടിക്കുക. പൊത്തിപ്പിടിച്ചതിന് ശേഷം എൻജിൻ്റെ സൈഡിലേക്ക് വന്നതിന് ശേഷം 2 സ്ട്രോക്കിൽ പിസ്റ്റൺ അടിക്കുന്ന വാഹനമാണ് എന്നുണ്ടെങ്കിൽ ക്രാങ്ക് അടിക്കുന്നുണ്ടോ എന്നുള്ള സൗണ്ട് കേൾക്കാൻ കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അത് അത്യാവശ്യം നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല വില പറയുന്നൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് അരിച്ച് പെറുക്കി ചെക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരുപാട് ആളുകൾ ഈ ഒരു 2 സ്ട്രോക്ക് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ 2 സ്ട്രോക്ക് ബൈക്കുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ ആളുകൾ ബൈക്കുകൾ എടുക്കാൻ ഭാവിയിൽ ബൈക്കുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തീർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ 2 സ്ട്രോക്ക് ബൈക്കുകളെ കുറിച്ചിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. കുറേ ആളുകൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും കമൻറ്റ് സെക്ഷനിലായാലും മെസ്സേജ് ചെയ്തിട്ടൊക്കെ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കുറേ ആളുകൾ ഇപ്പോൾ റീല് കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ വണ്ടി എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പോയി വീഡിയോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോയി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ബോധേഡല്ലാത്ത കുറേ ആളുകൾ പോയിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. നിങ്ങൾ 2 സ്ട്രോക്ക് ബൈക്കുകൾ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ 2 സ്ട്രോക്ക് ബൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ഏകദേശം 15 വർഷത്തോളമായി 2 സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ 2 സ്ട്രോക്ക് ബൈക്ക് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. മസ്റ്റായിട്ട് ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം ബൈക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കുറച്ച് സ്പെയർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താൽ കേട്ടോ. ഇനിയും കൂടുതൽ സ്പെയറുകൾ കയറാനുണ്ട്. അപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു വാഹനം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതിയ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കേടുവരുന്ന അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെട്ടിലും ബോൾട്ടിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതിന് കംപ്ലയിൻറ്റ്സ് വരും. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മേജർ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആളുടെ പ്രശ്നം തന്നെയാണ്. 2 സ്ട്രോക്ക് ബൈക്കിൽ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഫസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനം ഏകദേശം 30 മുതൽ 40 മുതൽ 45 മുതൽ 50 മുതൽ
60 വരെ വർഷം വഴക്കമുള്ള 2 സ്ട്രോക്ക് ബൈക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബൈക്കായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ബൈക്കായിരിക്കും നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കിടക്കുന്ന മുതൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള റോട്ടിൽ ഇറങ്ങിയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ എന്നേക്കാൾ പ്രായമുള്ളൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത് ഉപയോഗിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എടുക്കാൻ പോകുന്ന 2 സ്ട്രോക്ക് ബൈക്ക്, ഇപ്പോൾ Yamaha RX100 ആയിക്കോട്ടെ, 135 ആയിക്കോട്ടെ, Z ആയിക്കോട്ടെ, സാമുറായി ആയിക്കോട്ടെ, മാക്സ് 100 ആയിക്കോട്ടെ, ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളേക്കാൾ പ്രായമുള്ളൊരു വാഹനമായിരിക്കും നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത്. 30 മുതൽ 45 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്പെയറിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ ധാരണയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വാഹനം പോയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളൊരു റീല് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഈ ഒരു വാഹനമുണ്ട്, എനിക്കും ആ ഒരു വാഹനം വേണം എന്നുള്ള മൈൻഡിൽ ഒരിക്കലും നിങ്ങൾ പോയി എടുക്കരുത്. ഒരു വാഹനം എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വാഹനത്തെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഈ ഒരു വാഹനം എന്നാണ് ഇറങ്ങിയിട്ടുള്ളത്, അതിൻ്റെ എൻജിൻ്റെ സ്പെക്ക് എങ്ങനെയാണ്, അത് എത്രയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് വരുന്നത്, ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളൊരു വാഹനം എടുക്കാനായിട്ട് പോകേണ്ടത്. 2 സ്ട്രോക്കിൻ്റെ കേസിൽ കേട്ടോ, 2 സ്ട്രോക്കിനെ സംബന്ധിച്ചോളം ഈ ഒരു വാഹനം എനിക്ക് റീസ്റ്റോറേഷൻ ഏകദേശം ഒരു 70,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ഒരാളോട് ഞാൻ 70,000 രൂപ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൾ വിശ്വസിക്കൂല. ആളെന്നോട് പറയും ഈ വെറുതെ നുണ പറയുന്നതാണെന്നുള്ളത്. പക്ഷേ ഈ 2 സ്ട്രോക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ 70,000 അല്ല 80,000 ആയിട്ടുണ്ടാവുന്നേ പറയുള്ളൂ. അപ്പോൾ 2 സ്ട്രോക്ക് റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ് അവസ്ഥ. നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നിങ്ങൾ പൈസ ചിലവാക്കിയിട്ട് വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങൾ എത്രയാണോ അവർ എമൗണ്ട് പറയുന്നത് ആ ഒരു എമൗണ്ടിനുള്ള മുതൽ ആ വാഹനം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് റേറ്റിൽ ഈ ഒരു വാഹനത്തിന് എത്രയാണ് റേറ്റ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അത് നിങ്ങൾ ഈ ഒരു വാഹനം കണ്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണം. എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ കുടുങ്ങി ഇന്നെങ്ങനെ പറ്റിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളും കൂടിയാണ്. നിങ്ങളറിയാതെ നിങ്ങളൊരിക്കലും ഒരാളും പറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് വണ്ടി നോക്കിയെടുക്കുക എന്നുള്ള കാര്യം. ഓക്കെ, ഫസ്റ്റത്തെ പോയിൻ്റ്, നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനം 30 മുതൽ 40 മുതൽ 50 മുതൽ ചിലപ്പോൾ അതിനേക്കാൾ പഴക്കമുള്ള വാഹനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വാഹനം അതിൻ്റെ ഒരു കണ്ടീഷനിലും അതിൻ്റെ ഒരു രീതിയിലും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലിരുത്തി ബോധ്യപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ പർച്ചേസിങ് ഓപ്ഷനിലേക്ക് പോവുക. ഇനി നമ്മൾ വണ്ടി ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് OLXോ ഫേസ്ബുക്കോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പോയിട്ട് വണ്ടി എടുക്കാനായിട്ട് നോക്കി വണ്ടി കാണുന്ന സമയത്ത് വണ്ടി ടോട്ടൽ ഓവറാൾ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു വാഹനം നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ വൃത്തിയുണ്ടോ, അതിൻ്റെ അലൈൻമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ടോട്ടൽ ബോഡിയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതാദ്യം ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അവർ പറഞ്ഞ റേറ്റിന് ഈ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതായത് ബോഡി ആണെന്നുണ്ടെങ്കിലും അത് വണ്ടിയുടെ ഫിനിഷിംഗ് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു വാഹനം കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത വാഹനങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് വരും. നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ച് ഒരിക്കലും 2 സ്ട്രോക്ക് ബൈക്ക് വാങ്ങാൻ കഴിയില്ല. ഈ ഒരു വാഹനം ഇപ്പോൾ നിലവിൽ ദിവസം മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് Yamaha RX100, RX135, RXZ പോലുള്ള 2 സ്ട്രോക്ക് ബൈക്കുകൾ. അതിൽ കുറച്ച് കുറവുള്ളത് മാക്സ് 100 സാമുറായിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓണർ എത്രയാണോ പറയുന്നത് അതായിരിക്കും നിങ്ങൾ കൊടുത്ത് വാങ്ങേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതല്ലാതെ നമുക്കിപ്പോൾ മോഡൽ വൈസ് 2018, 2019, 20 ഇത്ര കിലോമീറ്റർ ഓടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങുക. അപ്പോൾ കുറേ ആളുകൾ നമ്മളോട് പറയുന്നത് 15,000 രൂപയ്ക്ക് വണ്ടി കിട്ടുമല്ലോ എന്നുള്ളത്. 15,000 രൂപയ്ക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ വരുന്ന കേട്ടോ, ഫേസ്ബുക്കിലൊക്കെ കുറേ കമൻറ്റ് വരാറുണ്ട്. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനൊരു 100 വണ്ടി വാങ്ങാനുള്ള പൈസ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ ആ വണ്ടി ഇങ്ങനെ വാങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ മെയിനായിട്ട് വരുന്നൊരു വിഷയം. അപ്പോൾ വാഹനം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ബോഡി പാനലൊക്കെ വൃത്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഒരുപാട് മാനിപ്പുലേഷൻസ് സംഭവിക്കുന്ന ഒരു ഏരിയയാണ് എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ എവിടെയാണ് വരിക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എൻജിൻ നമ്പർ, ചേസിസ് നമ്പറൊക്കെ എവിടെയാണ് വരിക എന്ന് അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വലത്തേ സൈഡിലായിരിക്കും
ചേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചേസിസ് നമ്പർ വരിക. ഈ ഒരു ഭാഗത്തായിട്ടാണ് ചേസിസ് നമ്പർ വരിക. നമ്മുടെ ചേസിൻ്റെ വലത്തെ സൈഡിൽ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മളെ കേബിളും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഏരിയയിലായിട്ടാണ് ചേസിസ് നമ്പർ വരിക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വാഹനം പെയിൻ്റ് അടിച്ച സമയത്ത് ഇത് ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി ചേസിസ് നമ്പർ കാണുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ചേസിസ് നമ്പർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ട് ചുരണ്ടിയിട്ട് ഇത് നോക്കുക, ചേസിസ് നമ്പർ റെഡി ആണോ എന്നുള്ള കാര്യം. നമ്മുടെ 2 സ്ട്രോക്ക് ബൈക്കിൽ RX, യമഹ RX, RX 135, RXZ പോലുള്ള വാഹനങ്ങൾക്ക് ചേസിസ് നമ്പർ വരിക ഈ ഒരു സൈഡിലായിട്ടാണ് ചേസിസ് നമ്പർ വരിക. അപ്പോൾ ഇതിലെന്തെങ്കിലും മാനിപ്പുലേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും അക്കങ്ങൾക്ക് നിറവ്യത്യാസമോ അല്ലെങ്കിൽ കൊത്തിവെച്ച പോലെയോ, ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ വിൽക്കുന്നത് ഒറിജിനൽ പഞ്ചിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യുക. അതേപോലെ തന്നെ സീരീസ് കാര്യങ്ങൾ നോക്കുക. ഈ ഒരു ചേസിസ് നമ്പറിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ, കൊത്തി വെച്ചിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എൻജിൻ നമ്പറും ചേസിസ് നമ്പറും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ചേസിസ് നമ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന RC ചെക്ക് ചെയ്തതിന് ശേഷം ചേസിസ് നമ്പർ റെഡി ആണോ, RCയിലുള്ള സെയിം നമ്പർ തന്നെയാണോ അതിൽ കൊത്തി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ചേസിസ് നമ്പർ മാഞ്ഞു പോകാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കൊത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഒറിജിനൽ പഞ്ചാണോ പുറത്തുനിന്ന് കൊത്തിച്ചിട്ട് ക്ലിയർ ചെയ്താണോ എന്നുള്ളത്. പേപ്പർ നോക്കുന്നതിനനുസരിച്ച് നോക്കുക കേട്ടോ നിങ്ങൾ. പേപ്പർ പുതിയ പേപ്പറാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയങ്ങൾ വരാറില്ല. പേപ്പർ എടുക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ഓൺ RTO ചിലപ്പോൾ റിന്യൂവൽ കിട്ടാത്ത പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ, അക്കങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക. ചേസിസ് നമ്പർ വിടാം. ചേസിസ് നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പറയാനായിട്ടുള്ളത് എൻജിൻ നമ്പറാണ്. എൻജിൻ നമ്പർ കാണിച്ചു തരാം. എവിടെയാണ് എൻജിൻ നമ്പർ വരിക? എൻജിൻ നമ്പർ നമ്മൾ നേരെ ഇടത്തെ സൈഡിലേക്ക് വരിക. ഇടത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ കേസിൻ്റെ മാഗ്നറ്റിക് കവറിൻ്റെ എൻജിൻ കേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് എൻജിൻ നമ്പർ കാണാൻ കഴിയുക. എൻജിൻ നമ്പർ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു വാഹനം യമഹ RXG ആണ്. RXGയുടെ സെയിം സീരീസിൽ വരുന്ന വാഹനം തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 1L5 RX 135 ആണ് എന്നുണ്ടെങ്കിൽ, 135 വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 5 എന്തായാലും ഉണ്ടാവും. 1L5 എന്തായാലും ഈ സീരീസിൽ വരും. അതുപോലെ തന്നെ 100 ആണെങ്കിൽ 1L1 വരും, അല്ലെങ്കിൽ 1L10 വരും. അങ്ങനെ ഓരോ സീരീസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് യമഹ RX സീരീസിൻ്റെ എൻജിൻ സീരീസിന് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ അടക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ യമഹ RXZ ആണെങ്കിൽ 1L03 അല്ലെങ്കിൽ 30 ആ ഒരു റേഞ്ചിൽ 1L30 ആ ഒരു രീതിയിലായിരിക്കും വരിക. അതുപോലെ തന്നെ 1L03 ആ ഒരു രീതിയിലായിരിക്കും യമഹ RXZ വരിക. അപ്പോൾ ഇതിൻ്റെ സീരീസ് കറക്റ്റാണോ എന്നുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്യുക. യമഹ RX100, RX 135, RXZ, അതുപോലെ തന്നെ ജപ്പാൻ സീരീസ്, ടൈഗർ സീരീസ്, ഈ ഒരു ഇതിലൊക്കെ ഓരോ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രോമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സീരീസ് കാര്യങ്ങളൊക്കെ കിട്ടും. 1L5 ഈ ഒരു വാഹനം 135 ആയതുകൊണ്ട് തന്നെ 1L50 ആണ് വരുന്നത്. G വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സീരീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ എൻജിൻ നമ്പറും ഇതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാധാരണ വണ്ടിയിലുള്ള എൻജിൻ നമ്പർ പോലെയല്ല യമഹ സീരീസിലുള്ള എൻജിൻ നമ്പർ വരിക. ഒരു പാറ്റേൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ പാറ്റേണിൽ ഒരു ലൈൻസും കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. കട്ടിങ് വരുന്ന ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കട്ടിങ്ങിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു എൻജിൻ നമ്പർ അതേ അലൈൻമെൻറ്റിൽ പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻജിൻ നമ്പറിൻ്റെ എല്ലാ ഡിസ്റ്റൻസും ഒരുപോലെ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് പേപ്പറിലുള്ള അതേ എൻജിൻ നമ്പർ തന്നെയാണോ ഇതിൽ കൊത്തി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ്, അതായത് പുതിയ റിന്യൂവൽ എടുക്കുന്ന സമയത്ത് RTO ഓഫീസിൽ നിന്ന് ഈ 1L5 എന്നുള്ളത് IL5 എന്ന് ആവാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ബൈക്കിൻ്റെ അവസ്ഥയാണ്. 1L5 എന്നുള്ളത് IL5 ആയിട്ടുണ്ട്. അപ്പോൾ 1 നമുക്ക് അത് പേപ്പറിൽ വരുന്ന RTO ഓഫീസിൽ വരുന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അത് വലിയ വിഷയമല്ല. അതല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് 1L5 കഴിഞ്ഞിട്ടുള്ള നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ക വ്യത്യാസമോ എന്തെങ്കിലും ലാസ്റ്റിൽ വരുന്ന 4 അക്കത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ പേപ്പറിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വണ്ടി എടുക്കാനായിട്ട് നോക്കരുത്. അത് എന്തെങ്കിലും പേപ്പർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വണ്ടി ആയിരിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RXZ എടുക്കാൻ പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ സീരീസ് നോക്കുക. 1L5 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. RX 135 വണ്ടിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Z എടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു കോഡ് മസ്റ്റായിട്ട് നോക്കണം.
1L3 തന്നെയാണോ വണ്ടിക്ക് എടുക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. 1L5 സെഡിൻ്റെ ബോഡി കയറ്റിയിട്ട് ചേസ് നീളം കൂട്ടി കച്ചവടം ചെയ്യുന്ന വണ്ടികൾ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ എടുത്തിട്ട് കുടുങ്ങിയിട്ട് പൈസ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. 1L3 ആണോ 1L30 ആണോ 1L03 ആണോ 1L30 ആണോ RXZ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. 135 വണ്ടി RXZൻ്റെ പൈസക്ക് വിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഷോപ്പ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഷോപ്പിലും അതേപോലെ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു പാർക്ക് ആൻഡ് സെയിലിന്. നമ്മൾ നോക്കിയ സമയത്ത് അങ്ങോട്ട് തന്നെ അവനോട് വണ്ടി കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അവന് ആ സെഡിൻ്റെ വിലയും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് സെഡ് ആവില്ല, സെഡിൻ്റെ ബോഡി കയറ്റിച്ചിട്ട് സെഡ് ആവില്ല, ഇത് 135 ആണ് വണ്ടി. അപ്പോൾ 135ൻ്റെ വിലക്ക് എടുക്കുക, 135 ആക്കി വിൽക്കുക, ഇതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചയച്ചിട്ടോ. സെറ്റ് എടുക്കുന്ന സമയത്താണ് മെയിനായിട്ട് ഇത് പ്രശ്നം വരാൻ കേട്ടോ. 100 135 ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 1L1 1L5 1L03 1L30 അങ്ങനെ സീരീസാണ് വരുന്നത്. സീരീസ് കറക്റ്റ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് യമഹ RX സീരീസിൻ്റെ എൻജിൻ സീരീസിൻ്റെ നമ്പർ ചെക്ക് ചെയ്യുക. എൻജിൻ സീരീസ് നമ്പേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും പിക്ചേഴ്സും അടക്കം കിട്ടും. അപ്പോൾ യമഹ RX 135 ആണോ സെഡ് ആണോ എന്നുള്ളത് വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. പറ്റിക്കപ്പെടുന്ന ഈ കേസിലാണ് ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നത്. ഇതെങ്ങനെയാണ് പറ്റിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ബൈക്ക് കളവ് പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കളവ് പോയ വണ്ടി അല്ലെങ്കിൽ വിറ്റ വണ്ടിയുടെ എൻജിൻ കേസും ആ എൻജിൻ കേസിലുള്ള ഇതുപോലുള്ള എൻജിൻ കേസ് ഉണ്ടെന്ന് വിചാരിക്കുക, എൻജിൻ്റെ കേസും ആ എൻജിൻ കേസ് സെയിം ഉള്ള ഒരു പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിൻ കേസും പേപ്പറും കയ്യിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അതർ സ്റ്റേറ്റ് വണ്ടി എടുക്കും. ഈ പേപ്പർ KL ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അതർ സ്റ്റേറ്റ് പേപ്പർ ഇല്ലാത്ത NOC ഇല്ലാത്തൊരു വണ്ടീനെ എടുക്കും. വണ്ടി കംപ്ലീറ്റ് എടുത്തിട്ട് വണ്ടി എൻജിൻ കേസ് നമ്മുടെ കയ്യിലുള്ള എൻജിൻ കേസ് കയറ്റിയിട്ട് അതിലുള്ള എൻജിന് കംപ്ലീറ്റ് ഈ വണ്ടിയിലങ്ങ് കയറ്റും. ഈ വണ്ടിയിലങ്ങ് കയറ്റിയിട്ട് ചേസ് നമ്പറാണ് മായ്ച്ചിട്ട് ചേസ് നമ്പറാണ് കൊത്തും. അപ്പോൾ KL വണ്ടിയായി. അപ്പോൾ ഇതാണ് ചെയ്യുന്ന പരിപാടി. ഈ ചെയ്യുന്ന പരിപാടി കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വണ്ടിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല, നിങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും നിങ്ങൾ പെടുക. അപ്പം മസ്റ്റായിട്ടും ആ കാര്യം ചെക്ക് ചെയ്യുക. KL03 ആണോ സെഡ് ആണോ 135 ആണോ 100 ആണോ ഏത് സീരീസിലാണ് വാഹനം നിൽക്കുന്നത്, ആ ജെനുവിൻ വണ്ടിയാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. എൻജിൻ നമ്പറിൻ്റെ കേസ് വിടാം. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് തന്നെ വരാം. ഇനി നമ്മൾ അടുത്തതായിട്ട് വണ്ടി ഓടിച്ച് നോക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്തും ഏകദേശം ഒരു 4 മുതൽ 5 കിലോമീറ്റർ വരെയാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുക ഓടിച്ച് നോക്കാനായിട്ട്. ആ ഓടിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ അറിയാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എടുത്തുള്ള വർക്ക്ഷോപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും മേഖലയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത്, എൻജിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഓടിച്ച് നോക്കുന്ന സമയത്ത് വണ്ടി അത്യാവശ്യം ലോങ്ങിൽ ഓടിച്ച് നോക്കുക. നിരപ്പായ സ്ഥലങ്ങളിലും കയറ്റത്തൊക്കെ ഓടിച്ചിട്ട് മിസ്സിങ് ഉണ്ടോ, കയറ്റത്ത് ഓടിക്കുന്ന സമയത്ത് മിസ്സിങ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. കയറ്റത്ത് ഓടിക്കാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബേറ്ററിന് എന്തെങ്കിലും മിസ്സിങ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റത്ത് ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് കയറ്റത്ത് ഓടിച്ചിട്ട് മിസ്സിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. നിരപ്പായ ഓടിക്കുന്നത് പോലെ എല്ലാ കയറ്റത്തിൽ ഓടിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ലോഡ് കൊടുത്തിട്ട് അതുപോലെ തന്നെ കാർബേറ്ററിൻ്റെ വാൾവ് കംപ്ലീറ്റ് തുറന്ന് ഓടിക്കുന്ന ഒരു സമയമാണ് കയറ്റത്തിൽ ഓടിക്കുന്ന സമയം. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും വണ്ടിയിൽ മിസ്സിങ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് എൻജിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് തന്നെ ഇപ്പോൾ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല, എവിടെയും വർക്ക്ഷോപ്പില്ല, എൻജിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ആരെയും നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്ക് എൻജിൻ ചെക്ക് ചെയ്യാനായിട്ടൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ എൻജിൻ്റെ ഭാഗത്ത് ജസ്റ്റ് നോക്കുക. അതായത് നിങ്ങൾ സൈലൻസർ കൊത്തിപ്പിടിച്ചതിന് ശേഷം എൻജിൻ്റെ സൈഡിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു വാഹനത്തിൽ റിങ്സ് അടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് പോയി എൻജിൻ്റെ എന്നുള്ളത് കേൾക്കാൻ കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ബെല്ല് അടിക്കണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ജസ്റ്റ് സൈലൻസർ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
എൻജിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. വണ്ടി ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. സൗണ്ട് കേൾക്കണമെന്നറിയില്ല. ഓക്കെ, അപ്പോൾ എൻജിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ സൈലൻസർ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിക്കുക, അല്ലെങ്കിൽ സൈലൻസർ ജസ്റ്റ് ഒന്ന് പൊത്തി പിടിക്കുക, കൈയായിട്ട് പൊത്തി പിടിക്കുക. പൊത്തി പിടിച്ചതിന് ശേഷം നേരെ എൻജിൻ്റെ ഇങ്ങോട്ട് വരിക. എൻജിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ റിങ്സ് ചെറുതായിട്ട് അടിക്കുന്ന സൗണ്ട് ഉണ്ട്. റിങ്സ് അടിക്കുന്നത് സിലിണ്ടറിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളും, സ്ലീവ് ഇറക്കിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ സ്ലീവ് റോങ് ആയാൽ സിലിണ്ടറിൽ റിങ്സ് അടി വരും. അതുപോലെ തന്നെ ഇത് പിസ്റ്റൺ പണി കഴിഞ്ഞിട്ട് അല്ലാതെ ഓടിച്ചിട്ടില്ലാത്ത വണ്ടിയാണ്, പോർട്ട് ചെയ്ത വണ്ടിയും കൂടിയാണ്. അപ്പോൾ റിങ്സ് അടി ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഞാൻ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് റിങ്സ് അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടൊക്കെ കുറച്ചിട്ട് നിങ്ങൾ വാഹനം വാങ്ങാം. അതേപോലെ തന്നെ പിസ്റ്റൺ അടിക്കുന്നുണ്ടോ, ക്രാങ്ക് അടിക്കുന്നുണ്ടോ, ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളിവിടെ ഈ ഒരു സൈലൻസർ പൊത്തിപ്പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചതിന് ശേഷം എൻജിൻ്റെ ഉള്ളിൽ നിന്ന് പിസ്റ്റൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം പാത്രത്തിൽ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പ് വെച്ച് തട്ടുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ. നോർമലി ഞാൻ പറയുകയാണ് കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് വരിക എന്നുള്ളത്. ഒരു അലുമിനിയം പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൽ തട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇരുമ്പിൽ തട്ടുന്ന ഒരു സൗണ്ട് പോലെ ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് പിസ്റ്റൺ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ക്രാങ്ക് ആയിരിക്കാം. പിസ്റ്റൺ അടിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ യമഹ RX സീരീസിൽ, അതുപോലെ തന്നെ Z ആയിക്കോട്ടെ 2 സ്ട്രോക്കിൽ പിസ്റ്റൺ അടിക്കുന്ന വാഹനമാണ് എന്നുണ്ടെങ്കിൽ ക്രാങ്ക് അടിക്കുന്നുണ്ടോ എന്നുള്ള സൗണ്ട് കേൾക്കാൻ കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അത് അത്യാവശ്യം നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ക്രാങ്ക്. പിന്നെ നമ്മൾ ഹെഡും സിലിണ്ടർ അയച്ചാലേ ക്രാങ്ക് പ്ലേ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 4 സ്ട്രോക്ക് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ അടിക്കുന്ന സൗണ്ട് ഏകദേശം ഒരു ടൈമിംഗ് ചെയിൻ അടിക്കുന്ന അല്ലെങ്കിൽ ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് പോലെ ആയിരിക്കും പിസ്റ്റന് പ്രശ്നം വരുമ്പോൾ. പക്ഷേ ക്രാങ്ക് അടിക്കുന്ന സൗണ്ട് 4 സ്ട്രോക്കിൽ കറക്റ്റ് കിട്ടും. ഒരു ഇരുമ്പിൽ തട്ടുന്ന പോലെയുള്ളൊരു സൗണ്ടായിരിക്കും വണ്ടിയിൽ നിന്ന് വരിക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടോ എന്നുള്ളത്, ഒരു ഇരുമ്പിൽ തട്ടുന്ന പോലെയുള്ളൊരു സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലച്ച് ബെല്ലിൻ്റെ സൗണ്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ക്ലച്ചിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് അത്യാവശ്യം സൗണ്ട് ഒന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലച്ച് പിടിച്ചിട്ട് ആ സൗണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ആ സൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സൗണ്ട് കുറയേ അല്ലെങ്കിൽ സൗണ്ടിന് മാറ്റങ്ങൾ വരിക, സൗണ്ട് സൈലൻ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലച്ച് ബെല്ലിൻ്റെ സൗണ്ടാണ്. ഒട്ടുമിക്ക 2 സ്ട്രോക്ക് ബൈക്കുകൾക്കും, ഇപ്പോൾ യമഹ RX 100 ആണെങ്കിലും 135 ആണെങ്കിലും Z ആണെങ്കിലും Max 100 ആണെങ്കിലും സാമുറായി ആണെങ്കിലും എല്ലാ വണ്ടികൾക്കും ക്ലച്ച് ബെല്ല് അടിക്കും. അത് വലിയ പ്രോബ്ലം അല്ല. അത് നമ്മൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ബുഷ് കാര്യങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 300 രൂപേൻ്റെ ചിലവുള്ളൂ, ലൈത്തിൽ കൊടുത്ത് ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പിന്നെയും ആ ഒരു ബുഷ് കംപ്ലയിൻറ്റ്സ് ആയാൽ ഇതേപോലെ അടിക്കും. അത് വലിയ ലൈഫില്ല. ഒറിജിനൽ സാധനങ്ങൾ നമ്മൾ കയറ്റാത്തതുകൊണ്ടാണ്, ഒറിജിനൽ സാധനം നമുക്ക് കിട്ടാത്തത് കൊണ്ടുമാണ് ആ സൗണ്ട് ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ അത്യാവശ്യം ക്ലച്ച് ബെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ സൗണ്ട് കാര്യങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ എൻജിൻ ചെക്ക് ചെയ്യേണ്ട കാര്യം. ഇവിടെ പൊത്തി പിടിച്ചിട്ട് സൗണ്ട് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാനൊരു വീഡിയോൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള, ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആൾ കാണുന്നുണ്ടാവും, നമ്മളെ ഫോളോവർ ആയിട്ടുള്ള ഒരാളാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രമുഖ യൂട്യൂബർമാരുടെ വീഡിയോ കണ്ടിട്ട് ഒരു വണ്ടി എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. സംഭവം അവന് വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വർഷം എന്തോ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം വന്ന പണികളെ കുറിച്ചിട്ടും അത് റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു വീഡിയോ ആണ്. സംഭവം റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ കൂടി അവന് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാണ്. എവിടുന്ന് വണ്ടി എടുക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഒരാളുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഷോപ്പിൽ നിന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളും കൂടിയാണ്. നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണ് നിങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ പുറത്തുനിന്ന് വണ്ടി OLX പോലുള്ള വണ്ടികൾ എടുക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഷോപ്പുകളിൽ നിന്ന് എടുക്കുന്നത്. നോക്കിയിട്ടെടുക്കുക, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വണ്ടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ റീൽസിന് റീച്ച് കിട്ടും, ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടും, ഈ ഒരു മൈൻഡിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും. ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് തരും. അതാണ് ഇതിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം. നിങ്ങളൊരു വാഹനം എടുക്കാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾ അത്ര രൂപക്കാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ആ ഒരു ഫണ്ടിനുള്ള വണ്ടി വെർത്താണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്സാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ചെയ്സിൻ്റെ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. പുതിയ പെയിൻറ്റിങ് കഴിഞ്ഞതാണോ, ചെയ്സ് എന്താണ് പാട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. RXൻ്റെ ചെയ്സ് ചെക്ക് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. സീറ്റിൻ്റെ അടിയൊക്കെ കറക്റ്റ് കാണാനായിട്ട് പറ്റും. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ടാങ്ക് ചെക്ക് ചെയ്യുക. ടാങ്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ കൈ ഓടിക്കുക. ഇവിടെ കൈ ഓടിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ലീക്ക് വരിക. ലീക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ MC കയറും. ലീക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും MC കയറും, അല്ലെങ്കിൽ EM കയറും. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം രണ്ട് സൈഡും ചെക്ക് ചെയ്യുക. അപ്പുറത്തും ചെക്ക് ചെയ്യുക, അപ്പുറത്തും ചെക്ക് ചെയ്യുക. പിന്നെ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാറ്ററി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. രണ്ട് സൈഡ് ഡോറിൻ്റെ കണ്ടീഷൻ എന്താണ്, ബുഷ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. എല്ലാ പാർട്സുകളും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. വണ്ടിയുടെ കംപ്ലീറ്റ് സ്പെക്ക് കിട്ടും. ഇതിലെന്താണ് പാർട്സുകളുള്ളത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ വന്നിട്ടുള്ളതെന്നുള്ളത് കിട്ടും. അപ്പോൾ അതൊക്കെ ഈ ഒരു വാഹനത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ജെനുവിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ 30 വർഷം 40 വർഷം പഴക്കമുള്ള വാഹനമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്പെയർ ഒരു തവണയെങ്കിലും മാറിയിരിക്കും. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജെനുവിൻ സ്പെയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം മാറാനും ആയിട്ടുണ്ടാവും. അപ്പോൾ ജെനുവിൻ സ്പെയർ എന്ന് പറയുന്ന കുറേ വ്യാജ സ്പെയറുകൾ ഇറങ്ങുന്നുണ്ട് യമഹയുടെ ലോഗം വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെയറുകൾ കയറിയിട്ടുണ്ടോ, ജെനുവിനായിട്ട് എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്തിട്ട് മാർക്കറ്റ് കൂട്ടുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേറ്റ്, അതായത് റേറ്റിന് ഡിപ്പെൻഡ് ഓൺ ആണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നല്ല വില പറയുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് അരിച്ച് പെറുക്കി ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡ് ഓൺ പ്രൈസിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട രീതി. ഇപ്പോൾ എഞ്ചിൻ്റെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എഞ്ചിൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയിൽ വെച്ചിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഫ്രണ്ടിൽ മാസ്ക് വെച്ചിട്ടുണ്ട്, ഷോഗൻ്റെ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്, കിപ്പ് ത്രോട്ടിൽ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കിങ്ങിൻ്റെ മീറ്റർ വെച്ചിട്ടുണ്ട്, ലോങ് കേബിൾ വെച്ചിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ഫോർക്ക് ബൂട്ട് വെച്ചിട്ടുണ്ട്, ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, മോട്ടോടി ടയറുണ്ട്, RXൻ്റെ ഫ്രണ്ടിലെ മർഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ കാറ്റ് സൈലൻസർ ഉണ്ട്, ജപ്പാൻ കാർബറേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ബാക്കിൽ RDയുടെ ടൈൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കയറ്റിയ വണ്ടിക്ക് എന്തായാലും നല്ല റേറ്റ് ആവും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും കയറ്റിയ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കയറ്റിയ ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ നല്ല റേറ്റ് ആവും. പിന്നെ പണിയെടുക്കാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ആവും. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് കയറ്റിയ വാഹനങ്ങളാണ് നിങ്ങൾ വില കുറച്ചെടുക്കുക എന്നുള്ള മൈൻഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരെത്രയാണോ പറയുന്നത് ആ റേറ്റ് കൊടുത്തിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വാഹനം എടുക്കുമ്പോൾ ഇപ്പോൾ 1,80,000 പറഞ്ഞു, അല്ലെങ്കിൽ 1,30,000 പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 50,000 1,80,000 പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് തീരും എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1,30,000 നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു 1,35,000 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 32,000 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് ഒരു എണ്ണ പൈസ, അതായത് 1,35,000 രൂപയ്ക്ക് എടുത്തിട്ട് ഒരു 1000 രൂപ കയ്യിലുണ്ട്, എണ്ണടിക്കാനുള്ള പൈസ മാത്രമേ കയ്യിലുള്ളൂ, വീട്ടിൽ എത്താനുള്ളൊരു ചിലവ് മാത്രമേ ഉള്ളൂ, ബാക്കി ഇനി പണി എടുത്തിട്ട് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിലാണ് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കുറഞ്ഞ വണ്ടി ഏതുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വണ്ടി ചടക്കുക. അതായത് നിങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള 35,000 രൂപയ്ക്ക് വണ്ടി എടുത്തിട്ടുള്ള ആ വണ്ടിയിൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ വണ്ടി ചടക്കും, വണ്ടിയുടെ പ്രശ്നമാണെന്ന് പറയും, പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഫണ്ട് കാലിയാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കരുത്. ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,35,000 രൂപയുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ 1,50,000 രൂപ നിങ്ങളുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടായിരിക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് ഫണ്ട് നിങ്ങൾ ആദ്യം കാണണം. അതിനർത്ഥം ഇത് എടുത്ത പാടെ കേടാവും എന്നല്ല. ഇൻ കേസ് ഇത്രയും വർഷമുള്ള പഴക്കമുള്ള വാഹനമാണ്, ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് അപ്പോഴത്തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു ഫണ്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണ്. അത് നമ്മുടെ കയ്യിൽ വേണം. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. 1,30,000 പറഞ്ഞ വാഹനത്തിന് 1,50,000 നിങ്ങളുടെ കയ്യിൽ വേണം. അത്രയും ബഡ്ജറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ കംപ്ലയിൻറ്റ് വരും എന്നല്ല അതിനർത്ഥം. ആ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ളതാണ് അർത്ഥം.
ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ ധാരണ നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിനാണ് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറിയ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളത് മാറ്റിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ മാറ്റാം, ഫണ്ട് വന്നിട്ട് മാറ്റാം. അപ്പോൾ ആ രീതിയിൽ പോകുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും ആ ഒരു കംപ്ലയിൻറ്റ്സ് കാരണം വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് അതും കൂടി വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് മാറും. ആ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഫണ്ടിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. മോഹവിലയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്. ഡെയിലി മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആർക്കും ഈ സാധനം വില കുറച്ച് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് വിൽക്കുന്ന ആളുകളുടെ മൈൻഡ്. അത് എത്രയാണോ പ്രൈസ് വരുന്നത് അതിൻ്റെ ഒരു ചെറിയ ലാഭം എടുത്തിട്ടാണ് അവരും കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഷോപ്പിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മെയിൻ പോയിന്റ് ചെക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, നിങ്ങളൊരു വാഹനം എടുക്കാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആരെങ്കിലും 2 സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കൽ അറിയുന്ന മെക്കാനിക്കൽ, അതായത് സാധാ വർക്ക്ഷോപ്പിലുള്ള മെക്കാനിക്കലല്ല, 4 സ്ട്രോക്ക് ബൈക്ക് എടുക്കുന്ന മെക്കാനിക്കലല്ല, 2 സ്ട്രോക്ക് മേഖലയിൽ പരിചയമുള്ള വർക്ക് എടുക്കുന്ന ഏതെങ്കിലും മെക്കാനിക്കൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സൈലൻസറിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ കാറ്റ് സൈലൻസറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാറ്റ് സൈലൻസറിൻ്റെ എമൗണ്ടും ഇതിൽ ചെയ്തിട്ടുള്ള ഫിറ്റിങ്സിൻ്റെ എമൗണ്ടൊക്കെ കൂട്ടിയിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ എമൗണ്ട് പറയാം. അപ്പോൾ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, ചെയ്യാത്ത വാഹനങ്ങൾക്കാണ് ഇത്രയും ബഡ്ജറ്റ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വണ്ടി എടുക്കരുത്. ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് ആ ഒരു ബഡ്ജറ്റിൽ വേറെ വണ്ടി കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ കാർബേറ്ററിൻ്റെ കണ്ടീഷൻ, കാർബേറ്ററിൻ്റെ ഇതിപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ജപ്പാൻ കാർബേറ്ററാണ്, ജപ്പാനാണോ ഇന്ത്യൻ കാർബേറ്ററാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ജപ്പാനാണെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. പെർഫോമൻസ് ആണ് മെയിനായിട്ട് ജപ്പാൻ കാർബേറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ 135ൻ്റെ കാർബേറ്റർ തന്നെയാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. 135ൻ്റെ കാർബേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കേബിൾ കാണും, അതായത് ചോക്ക് കേബിൾ ഈ ഒരു സൈഡിലാണ് വരിക. ഇനിയിപ്പോൾ പുതിയ കാർബേറ്ററാണ്, മിക്യുലിൻ കാർബേറ്ററാണ്, ഇന്ത്യൻ കാർബേറ്റർ ആണെന്നുണ്ടെങ്കിൽ വലിക്കുന്ന കാർബേറ്ററും ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ പുതിയത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ RX100ൻ്റെ കാർബേറ്റർ ആണെന്നുണ്ടെങ്കിൽ വലിക്കുന്ന രീതിയിൽ വരും. 135ൻ്റെ കാർബേറ്റർ ആണെന്നുണ്ടെങ്കിൽ പുതിയ കാർബേറ്റർ ആണെങ്കിൽ വലിയ കാർബേറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കാർബേറ്ററിന് ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 135ൻ്റെ ആണോ 100ൻ്റെ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. 5 സ്പീഡിൻ്റെ ഒക്കെ കാർബേറ്റർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ 5 സ്പീഡിൻ്റെ കാർബേറ്റർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മൈലേജ് ഇഷ്യൂ വരും. അതേപോലെ തന്നെ 100ൻ്റെ കാർബേറ്റർ 135ന് ഇട്ടാൽ വലിവ് ഇഷ്യൂ വരും. 135ൻ്റെ കാർബേറ്റർ എടുത്തിട്ട് 100ന് ഇട്ടാലും സെയിം പ്രശ്നം വരും. അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഹെഡ് കാര്യങ്ങൾ പ്രോപ്പറാണോ, ഹെഡ് അടിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഗ്യാസ്കറ്റ് പ്രശ്നങ്ങളുണ്ടോ, ഓയിൽ ലീക്ക് ഉണ്ടോ, രണ്ട് സൈഡും ഓയിൽ ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഓവർഫ്ലോ മൈൻഡ് ആക്കേണ്ട, ഓവർഫ്ലോ ഇതിന് ജന്മല കിട്ടിയൊരു സംഭവമാണ് ഓവർഫ്ലോ. അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും ഓയിൽ ലീക്ക് കാര്യങ്ങൾ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. സൈലൻസറിൻ്റെ ഗ്യാസ്കറ്റ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഗ്യാസ്കറ്റ് പോയാൽ ഇതിൽ കൂടെ ഓയിൽ ലീക്ക് വരും. ഈ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഓയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. സൈലൻസറിൻ്റെ ഗ്യാസ്കറ്റ് പോയാൽ അവിടെ ഇവിടുത്തെ ബെൽറ്റ് ഗ്യാസ്കറ്റും ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടതിൻ്റെ വില പറയുമ്പോൾ മാത്രമാണ്, എല്ലാ കണ്ടീഷനും മാറ്റുമ്പോഴാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ മീറ്ററിൻ്റെ കണ്ടീഷൻ, മീറ്റർ ഹാൻഡിൽ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡിലുള്ള എല്ലാ സംഭവങ്ങളും പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമുക്കിവിടെ യമഹയുടെ കപ്പ് വരും. അപ്പോൾ ഇത് മിസ്സിംഗ് ആണ്, ഇതിൽ വെക്കാനുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇതിലുള്ള പാർട്സുകളൊക്കെ കറക്റ്റാണോ വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. മീറ്റർ വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, സ്വിച്ച് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ, ബ്രേക്ക് എത്രത്തോളം കംഫേർട്ട് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡൊമിനോ ത്രോട്ടിലാണോ സാധാ നോർമൽ ത്രോട്ടിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഒന്നും കൂടെ പറയാം, റേറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയിൻ പോക്കറ്റിൻ്റെ കാര്യം പറയണം. ചെയിൻ പോക്കറ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചെയിൻ പോക്കറ്റ് കംപ്ലയിൻസ് ഉള്ള വണ്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് വാഹനം ന്യൂട്രലിൽ നിന്ന് മാറ്റിയിട്ട് ഫസ്റ്റിലേക്ക് ഇടുക. ഫസ്റ്റിലേക്ക് ഇട്ടതിന് ശേഷം ക്ലച്ച് പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നമ്മൾ നീക്കി കൊടുക്കുക. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. അതുപോലെ തന്നെ പുറകിലേക്കും വണ്ടി ഇങ്ങനെ തള്ളി കൊടുക്കുക. ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടിട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു ഇൻഡിക്കേറ്റർ എന്തോ പൊട്ടിയത്, എങ്ങനെയോ ഇവിടെ എന്തോ ചുമരമേൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോൾ പൊട്ടിയാട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ജസ്റ്റ് ഒന്ന് നീക്കുന്ന സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയിൻ പോക്കറ്റിന് എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയിൻ അടിക്കുന്നുണ്ടോ, ചെയിൻ ഇങ്ങനെ ഒലഞ്ചുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഒലഞ്ചുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയിൻ പോക്കറ്റിൻ്റെ കംപ്ലയിൻസ് വരും. പിന്നെ ഓടിക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും എല്ലാ ഗിയറും അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് 4-5 പ്രാവശ്യം അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് വണ്ടി ഓടിച്ച് നോക്കൽ മസ്റ്റാണ്. അതുപോലെ തന്നെ തേർഡ് ഗിയറിൽ അത്യാവശ്യം ഒന്ന്
കയറ്റിയിട്ട് നോക്കുക. ഒരു 40-50 തേർഡ് ഗിയറിലൊന്ന് കയറ്റിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഗിയർ ചാടണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഗിയർ കിടുങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. സ്ലിപ്പാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ഇതിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരുന്നൊരു സംഭവമാണ് തേർഡ് ഗിയർ സ്ലിപ്പാവുന്ന പ്രശ്നം. അപ്പോൾ തേർഡ് ഗിയർ സ്ലിപ്പാവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് ഇട്ടതിന് ശേഷം തേർഡിൽ നിർത്തിയിട്ട് ഒരു 30-40 കയറ്റിയിട്ട് എന്തെങ്കിലും ആ ഗിയറിൽ സ്ലിപ്പാവുന്നുണ്ടോ, ഗിയർ കുടുങ്ങുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡ്രമ്മിനോ കാര്യങ്ങൾക്കോ അതിൻ്റെ ഷാഫ്റ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്താണ് ഗിയർ സ്ലിപ്പാവുക. അതിന് വേണ്ടിയിട്ട് എൻജിൻ ഇറക്കേണ്ടി വരും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. തേർഡ് ഗിയറിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. എന്നിട്ട് ഫോർത്ത് ഇട്ട് വെക്കുക. അപ്പ് ആൻഡ് ഡൗൺ ഫുള്ള് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗണിലും നിങ്ങൾ ഈ 1 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരേ ഗിയറിൽ വണ്ടി ഓടിക്കാൻ പോകുന്ന പോലെ ഒരേ ഗിയറിലിട്ട് ഓടിക്കരുത്. എല്ലാ ഗിയറും അപ്പ് ആൻഡ് ഡൗണിലിട്ടിട്ട് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഓടിക്കുന്ന സമയത്ത് വലിവ് ചെക്ക് ചെയ്യുക, ബ്രേക്കിംഗ് ചെക്ക് ചെയ്യുക, അതുപോലെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ക്ലച്ച് പ്രോപ്പറാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലച്ച് ചേരുന്നുണ്ടോ, ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റിലീസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ക്ലച്ചിനൊക്കെ പണി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് വരും. 3000-4000 റുപ്യ ക്ലച്ച് വെല്ലിന് വരും. ക്ലച്ച് വെല്ലിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹബ്ബ് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതൊക്കെ ചെയ്യാം, നോക്കുക. അതുപോലെ തന്നെ ടാങ്കിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, 2 സൈഡിലും MC-ലുണ്ടോ നോക്കുക. അതുപോലെ തന്നെ തുറന്ന് നോക്കിയിട്ട് ഉള്ളിൽ തുരുമ്പോ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു യമഹ RX സീരീസിൽ വരുന്ന വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത്, 135 എടുക്കുന്ന 100 എടുക്കുന്ന സമയത്തൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, ചെയിൻ സ്പോക്കറ്റ്, വണ്ടിയുടെ കണ്ടീഷൻ, എഞ്ചിൻ്റെ കണ്ടീഷൻ, എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഡിപ്പെൻഡ് ഓൺ പ്രൈസ് എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ നോക്കേണ്ടത്. പേപ്പർ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. എഞ്ചിൻ്റെ സീരീസ് പറഞ്ഞ പോലെ തന്നെ RXZ ആണോ, Z135 ആണോ, RZ 135 ആണോ, 135 Z ആക്കിയ വണ്ടിയാണോ, ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ പോയി പെടുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു വാഹനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നല്ലൊരു വാഹനം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് വിലയിരുത്തിയതിന് ശേഷം മാത്രം ഒന്ന് വണ്ടി എടുക്കാം. അതേപോലെ തന്നെ ഫുൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത്യാവശ്യം ബഡ്ജറ്റാവും. ആ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ബഡ്ജറ്റ് കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, റീൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടോ ഒന്നും പോയി വണ്ടി എടുക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഈ ഒരു വണ്ടിയുണ്ട്, എനിക്കും ഈ ഒരു വണ്ടി വേണം എന്നുള്ള മൈൻഡിൽ പോയിട്ട് വണ്ടിയേ എടുക്കരുത്. അത് നിങ്ങളെ അബദ്ധത്തിൽ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. അതാണ് മെയിൻ കാര്യം. ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുകയാണ്, അങ്ങനെ പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. കാരണം ഒരു വാഹനം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ കൊണ്ടുപോയി നിങ്ങൾ പർച്ചേസ് ചെയ്യും. നിങ്ങൾ അറിയാതെ എന്തായാലും ആ വാഹനം വാങ്ങുന്നില്ലല്ലോ. അപ്പോൾ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുള്ളൂ. 1 വർഷം മുന്നേ വിറ്റിട്ടുള്ള വണ്ടികളിലൊക്കെ പണി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 30 മുതൽ 40 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങളെക്കാൾ പ്രായമുള്ള വാഹനങ്ങൾ, നിങ്ങൾ ജനിക്കുന്ന മുന്നേ തന്നെയുള്ള വാഹനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിന് കംപ്ലയിൻറ്റ്സ് വരില്ല എന്ന് ആരും പറയൂല. പുതിയ വാഹനങ്ങൾക്ക് വരെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. ഷോറൂമിൽ നിന്ന് ഇറക്കി പിറ്റേ ദിവസം തന്നെ കംപ്ലയിൻറ്റ്സ് വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രം ഈ ഒരു വാഹനം എടുക്കുക. ഇത്രയേ പറയാനുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഈ ഒരു വാഹനം എടുത്തതോട് കൂടിയിട്ട് നിങ്ങളെ ഫണ്ട് കഴിഞ്ഞു. ഇനി പണിക്ക് പോയിട്ട് വേറെ ഫണ്ട് കണ്ടെത്തിയിട്ട് ഇതിലേക്ക് എണ്ണ അടിക്കാനും അതേപോലെ തന്നെ ഇതിലേക്ക് ഇനി മെയിൻറ്റെയിൻ ചെയ്യാനും സാധനങ്ങൾ കയറ്റാനൊക്കെ പൈസ വേണം എന്നുള്ള മൈൻഡിൽ വണ്ടി എടുത്താൽ കുടുങ്ങും. അപ്പോഴാണ് ഈ ഒരു മൈൻഡും നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. മുഷിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. വീഡിയോ ലെങ്ത് ആയതിൽ എന്തായാലും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു സാറ്റിസ്ഫൈഡ് ആവില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വീഡിയോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.